കർഷക സമരത്തിന് ശേഷം ഡൽഹി ഇതുപോലെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ അടുത്തൊന്നും സാക്ഷിയായിട്ടില്ല. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ഇന്നലെ CJP-യുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ ആ റാലിയിൽ കണ്ട പ്രതിഷേധം ഇപ്പോൾ വീണ്ടും ഇന്നിപ്പോൾ എന്താണോ നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് കണ്ടത് അതിന് സമാനമായ രീതിയിൽ ആ പ്രതിഷേധം കോൺഗ്രസ് കൂടി ഏറ്റെടുക്കുന്ന സാഹചര്യമാണ്. ഇത് ഇത്തവണ രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ കൂടി പിന്തുണയുണ്ട് ഈ പ്രതിഷേധത്തിന്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ നേതാക്കൾ ഈ പ്രതിഷേധവുമായി എത്തുന്നത്. ഈ സാഹചര്യം നമുക്ക് എങ്ങനെ വിശദീകരിക്കാം? തീർച്ചയായും ശ്രീജ പറഞ്ഞതുപോലെ തന്നെ കർഷക സമരത്തിന് ശേഷം ഈ ഉത്തരേന്ത്യയിൽ ഡൽഹി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ ഡൽഹിയിൽ നടക്കുന്നത്. എനിക്ക് കർഷക സമരത്തെക്കാൾ കൂടുതൽ പറയാനുള്ളത് ഒരുപക്ഷെ നിർഭയയുടെ കൂട്ടബലാത്സംഗത്തിന് ശേഷം ഡൽഹിയിലുണ്ടായ സമരങ്ങൾക്ക് സമാനമായ തോതിലുള്ള സമരം, കർഷക സമരം എന്ന് പറയുമ്പോൾ അത് ഈ ഡൽഹിയിലെ ഈ ലുട്ടിയൻസ് വ്യൂവിൽ അല്ലെങ്കിൽ ഈ ചെങ്കോട്ടയ്ക്ക് സമീപത്തൊക്കെ ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ സമരത്തിന്റെ ഒരു മുഖത്തേക്ക് ഈ ഡൽഹിയിലെ സെൻട്രൽ ഡൽഹി ഭാഗത്തേക്ക് അത്രത്തോളം അത് കാര്യമായി വ്യാപിച്ചിരുന്നില്ല അല്ലെങ്കിൽ ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് നിർഭയ കേസിന് സമാനമായ തരത്തിൽ അത് അന്ന് ഏത് തരത്തിലായിരുന്നു പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ നടത്തിയിരുന്നത്, അതേ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ വീണ്ടും ഒരു പതിറ്റാണ്ടിന് ശേഷം, ഒന്നേകാൽ പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് എന്ന് വേണം പറയാൻ വേണ്ടി കഴിയുന്നത്. ഈ വലിയ ജനരോഷം ശ്രീജ പറഞ്ഞതുപോലെ തന്നെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വ്യാപകമായ തോതിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ജനരോഷമുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇന്ന് BJP-യുടെ പാർലമെന്ററി പാർട്ടി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ നരേന്ദ്രമോദി തന്നെ പറഞ്ഞത്, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത്, ഇനിയൊരു ചോദ്യപേപ്പർ ചോർച്ച ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അതിന്റെ അർത്ഥം ഈ ചോദ്യപേപ്പർ ചോർച്ച വളരെ ഗൗരവത്തോടു കൂടി ഈ BJP പോലും കാണുന്നു എന്നതാണ്. ഏതായാലും ആ ഒരു ജനവികാരം അനുകൂലമാക്കുന്നതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും നിർണായകമായി ഈ നീക്കം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ MP-മാർ, മുഖ്യമന്ത്രിമാർ ഇവരെല്ലാം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ള ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതിഷേധ സമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂട്ടി ഈ ഒരു വലിയ അറിയിപ്പൊന്നും നൽകാതെ കോൺഗ്രസ് നേതാക്കളോട്, കോൺഗ്രസ് MP-മാരോട് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ എത്താൻ വേണ്ടി പറയുന്നു. അവിടെ എത്തിയ കോൺഗ്രസ് MP-മാർക്ക് കോൺഗ്രസ് MP-മാർ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ഈ അപ്രതീക്ഷിതമായി ഈ മാർച്ച് ആരംഭിക്കുകയായിരുന്നു. ആ മാർച്ചാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ എത്തി നിൽക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടുകൂടി സമീപിക്കുവാനാണ് ഇപ്പോൾ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയം ഇന്ന് പാർലമെന്റിൽ സജീവമായി കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. വരും ദിവസങ്ങളിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം.